കടുത്ത ആഭ്യന്തര തർക്കങ്ങൾക്കും ചേരിപ്പോരിനും ഒടുവിൽ താരസംഘടനയായ അമ്മയുടെ ഭരണസമിതി രാജിവെച്ചു. ഇന്ന് ചേർന്ന ജനറൽ ബോഡി യോഗത്തിൽ പ്രസിഡന്റായ ശ്വേതാ മേനോനും 17 ഭരണസമിതി അംഗങ്ങളും രാജി സമർപ്പിച്ചു. അമ്മയുടെ പ്രാഥമിക അംഗത്വവും ഉപേക്ഷിച്ചതായി ശ്വേതാ മേനോൻ അറിയിച്ചു. ഭരണപരമായ തർക്കങ്ങളുടെയും വരവ് ചെലവ് കണക്കുകളിലെ പിഴവുകളുടെയും അതേചൊല്ലി സംഘടനയിലുണ്ടായ വിമർശനത്തിനും പിന്നാലെയാണ് കൂട്ടരാജി. അമ്മയെ ഇനി 4 മാസം അഡ്ഹോക് കമ്മിറ്റി നയിക്കും. ഞാൻ ഇവിടെ റിസൈൻ ചെയ്യാണ്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ. അമ്മ ഓർഗനൈസേഷൻ പണ്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞ പോലെ ഇന്ന് എനിക്കും തോന്നി കുറ്റാരോപിതരായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതൊരു എജൻഡയായിരുന്നു. രാജിവെച്ചത് സ്ത്രീകൾക്ക് ഉപദ്രവമുണ്ടാക്കിയ സമിതിയെന്ന ശ്വേതയ്ക്ക് ബാബുരാജിന്റെ മറുപടി. അൻസിബ ഇക്കാര്യം ജനറൽ ബോഡിയിൽ പറഞ്ഞു. എന്ത് പറഞ്ഞാലും സ്ത്രീകൾ എന്ന കാർഡ് ഇറക്കുകയാണെന്നും ബാബുരാജ് ആരോപിച്ചു. നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റിനെ കൊണ്ട് എങ്ങനെ ഇവിടെ സ്ത്രീകൾക്ക് കിട്ടും? ഇവിടെ അങ്ങനെ സ്ത്രീകൾ കാർഡല്ല വേണ്ടത്. ഇന്ന് ഞാൻ നോക്കുമ്പോൾ കുക്കും ശ്വേതയും ഒരൊറ്റ കെട്ട്, ഒരു ബെഞ്ച്, ഒരു കാര്യത്തിൽ ഭയങ്കര ഐക്യം. കപടമല്ല ഇവരെ കാണിക്കുന്നത്. സമിതിയിൽ ശ്വേതാ മേനോൻ ഒഴികെയുള്ള പെണ്ണുങ്ങളെല്ലാം തെറ്റുകാരെന്ന നടി മല്ലിക സുകുമാരൻ. നടിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുവെന്ന് നടനും സംവിധായകനുമായ ജോയ് മാത്യുവും പറഞ്ഞു. ശ്വേത രാജിവെക്കുന്നതിലുപരിയായിട്ട് ബാക്കിയുള്ളവരായിരുന്നു രാജിവെച്ച് കാണിക്കേണ്ടിയിരുന്നത്. ഞങ്ങൾക്ക് തെറ്റുപറ്റി, ക്ഷമിക്കണമെന്ന്. അവരാരും ചെയ്തില്ല. അപ്പോൾ ശ്വേത ചെയ്തു. അല്ല, അപ്പോൾ എന്തേ പറ്റും? ഞങ്ങളുടെ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. അതേസമയം പ്രശ്നം അമ്മയുടെ ആഭ്യന്തര കാര്യമെന്നും സർക്കാർ ഇടപെടേണ്ടതില്ലെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. താരസംഘടനയിലെ പ്രശ്നങ്ങൾ അവരുടെ ആഭ്യന്തര കാര്യമാണ്. സർക്കാർ അതിനകത്ത് ഇടപെടാൻ തക്കതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. ആ സംഘടനയ്ക്കുള്ളിൽ തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. നീറ്റ് പുനഃപരീക്ഷ പൂർത്തിയായി. രാജ്യത്തെ 551 നഗരങ്ങളിലെ 5440 വിദേശത്തെ 14 കേന്ദ്രങ്ങളിലുമാണ് പരീക്ഷ നടന്നത്. 22.79 ലക്ഷം വിദ്യാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 1,10,000 വിദ്യാർത്ഥികൾ കേരളത്തിൽ നീറ്റ് പരീക്ഷ എഴുതി. ചോദ്യപേപ്പറുകളുടെയും ഉത്തരക്കടലാസുകളുടെയും സുരക്ഷാ ചുമതല അർദ്ധസൈനിക വിഭാഗങ്ങൾക്കാണ്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹി ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രതിഷേധം 29 മണിക്കൂർ പിന്നിട്ടു. പോലീസ് വിലക്ക് ലംഘിച്ചാണ് പ്രതിഷേധം തുടരുന്നത്. മന്ത്രി രാജിവെക്കാതെ പിന്നോട്ടില്ലെന്ന് CJP സ്ഥാപകൻ അഭിജിത് ദീപ് കെ മനോരമ ന്യൂസിനോട് പറഞ്ഞു. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ T വീണയെ വീണ്ടും ED ചോദ്യം ചെയ്യും. ഈ മാസം 29-ന് കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാൻ വീണയ്ക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ ബുധനാഴ്ച വീണയെ ED ചോദ്യം ചെയ്തിരുന്നു. നിലവിലെ ദേവസ്വം ബോർഡ് അംഗം PD സന്തോഷ് കുമാറിനെതിരെ സമഗ്ര അന്വേഷണം വേണമെന്ന് പരാതിക്കാരനായ വെട്ടൂർ ജ്യോതി പ്രസാദ്. DCC വൈസ് പ്രസിഡന്റ് ജ്യോതി പ്രസാദിന്റെ പരാതിയിലാണ് ദേവസ്വം മന്ത്രി അന്വേഷണം നിർദ്ദേശിച്ചത്. മുൻ പ്രസിഡന്റുമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളെ കുറിച്ചും അന്വേഷിക്കണമെന്നും ജ്യോതി പ്രസാദ് പറയുന്നു. മന്ത്രിയും മന്ത്രിസഭയും അറിയാതെയാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനമെന്ന വിമർശനത്തിനിടെ തുടർ നടപടികളുമായി എക്സൈസ് മന്ത്രി. വിൽപ്പനയ്ക്കായി മദ്യനിർമ്മാണ കമ്പനികൾ താൽപര്യമറിയിച്ചാൽ എക്സൈസ് വകുപ്പിന് ഇങ്ങനെയൊരു തീരുമാനമില്ലെന്ന് അറിയിക്കും. എക്സൈസ് കമ്മീഷണറോട് ജില്ലകളുടെ ചുമതലയുള്ള ഡെപ്യൂട്ടി കമ്മീഷണർമാർക്ക് കൃത്യമായ നിർദ്ദേശം നൽകാൻ മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലഹരി കേസ് പ്രതികൾക്കായി രാഷ്ട്രീയ ഇടപെടൽ വേണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാഷ്ട്രീയക്കാർ ഇടപെട്ടാൽ പോലീസ് പരിഗണിക്കേണ്ട. ഓൺലൈൻ ഭക്ഷണ വിതരണക്കാർ ലഹരി വിതരണം നടത്തരുത്. ആംബുലൻസ് വഴിയും ലഹരിക്കടത്ത് നടക്കുന്നതായി പരാതിയുണ്ട്. ഇതുവരെ ചെയ്തെങ്കിൽ ഇനി അവസാനിപ്പിക്കണമെന്നും മുന്നറിയിപ്പ്. പകർച്ചപ്പനി പിടിയിൽ കേരളം. 20 ദിവസത്തിനിടെ വിവിധ പകർച്ചവ്യാധികൾ ബാധിച്ച് 67 പേർ മരിച്ചു. പകർച്ചപ്പനിക്ക് ചികിത്സ തേടിയത് 2,19,000 പേരാണ്. ഡെങ്കിപ്പനിക്കെതിരെ കൂട്ടായ പ്രതിരോധം ഒരുക്കാൻ ഡ്രൈ ഡേ ആചരണത്തിന് ആരോഗ്യമന്ത്രി സ്വന്തം വീട്ടിൽ തുടക്കമിട്ടു. തമിഴ്നാട് തിരുവള്ളൂർ പെരിയപാളത്ത് അമോണിയ വാതകം ചോർന്ന് 7 മരണം. സ്വകാര്യ സീഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ പ്ലാന്റിലാണ് അപകടം. ഉത്തരേന്ത്യക്കാരായ തൊഴിലാളികളാണ് മരിച്ചത്. വാതകം ശ്വസിച്ച് അബോധാവസ്ഥയിലായ 50 പേർ ചികിത്സയിലാണ്. ഹോർമുസിൽ ആശങ്ക തുടരുന്നതിനിടെ US ഇറാൻ സമാധാന ചർച്ച ഇന്ന് സ്വിറ്റ്സർലൻഡിൽ. ധാരണാപത്രം ഒപ്പിട്ടതിനു ശേഷമുള്ള ആദ്യ ചർച്ചയ്ക്ക് മുന്നിലുള്ള വെല്ലുവിളി ഇസ്രയേലിന്റെ ലെബനൻ ആക്രമണമാണ്. അതേസമയം കരാർ പൂർത്തിയായില്ലെങ്കിൽ ഹോർമുസിൽ US ടോൾ ഈടാക്കുമെന്ന സൂചനയുമായി ട്രംപ് രംഗത്തെത്തി. സ്പീഡ് ന്യൂസ് പൂർത്തിയാകുന്നു. നമസ്കാരം.